നമ്മളിവിടെ അടുത്ത് ഇരിട്ടിയിൽ പുഷ്പോത്സവം കാണാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ. ആദ്യം തന്നെ അവരൊരു ഗുഹയിലൂടെയുള്ള ഒരു പാട്ടായിരുന്നു. നമ്മളോർത്ത് എന്തോ പേടിപ്പിക്കാനുണ്ടാവും, കാരണം അങ്ങനെയായിരുന്നു കേട്ടോ അറ്റ്മോസ്ഫിയറൊക്കെ, പുകയും ഒക്കെ ആയിട്ട്. ഉള്ളിലൊക്കെ ഗുഹയിൽ കാണുന്ന പോലെ വെള്ളവും ചെടിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കണ്ണനെ ആദ്യം പറഞ്ഞു, ഞാനും പേടിപ്പിക്കാനുണ്ടെങ്കിൽ അവൻ പേടിച്ചോട്ടെ, അതാകുമ്പോൾ നമുക്കൊരു മുൻകരുതലാണല്ലോ. പക്ഷെ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഒന്നും അവിടെ പേടിപ്പിക്കാനായിട്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ ആ ഗുഹയിലൂടെ പുറത്തോട്ട് ഇറങ്ങും. പുറത്ത് ഇതുപോലൊരു മയിലിനെ വെച്ചിട്ടുണ്ട്, അത് അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല, ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ ഒത്തിരി ഫ്ലവേഴ്സ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഇരിട്ടിയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ പണ്ട് ഡെക്കറേഷൻ അല്ല ഈ ഫ്ലവേഴ്സ് വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം ഫ്ലവേഴ്സ് കുറവാണെങ്കിലും നന്നായിട്ടുണ്ട്. പിന്നെ ഈ പ്രാവശ്യം അവർ ലൈറ്റിൻ്റെ ഡെക്കറേഷനായിരുന്നു കൂടുതലും ചെയ്തിട്ടുണ്ടായിരുന്നത്. പണ്ട് കഴിഞ്ഞ വർഷമൊക്കെ പൂവും കൊണ്ടുള്ള പ്രതിമ, പൂവും കൊണ്ടുള്ള ഇതും അങ്ങനെയൊക്കെയായിരുന്നു. ഈ പ്രാവശ്യം പക്ഷേ ഫുള്ള് ലൈറ്റാക്കി. പക്ഷേ ലൈറ്റിനും വേറെ തന്നെ സെപ്പറേറ്റ് ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട്. പൂവാണെങ്കിൽ പല പല കളേഴ്സ് നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇരിട്ടിക്ക് അടുത്തുള്ളവർക്കൊക്കെ വന്ന് കാണാൻ പറ്റും. ഒരു നൈറ്റ് ഔട്ടായിട്ട് വരാവുന്നതേ ഉള്ളൂ, അടുത്താണല്ലോ. ആദ്യം കാണിക്കാൻ പറ്റാണ്ടിരുന്ന മയില്, ഇതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് ശരിക്കും മയിൽ പീലി തന്നെയാണ്. പിന്നെ ഒരു വിജയപാട്ടായിരുന്നു. നല്ലെടുത്തോണ്ട് വലിയ വലിയ ലൈറ്റുകളെല്ലാം വെച്ചിട്ടുണ്ട്. അത് ഒരു സെപ്പറേറ്റ് ഭംഗി തന്നെയാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫോട്ടോ എടുത്തത്. ഒരു ഫോട്ടോ എടുക്കാനും നല്ല സൈറ്റൊക്കെ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഈ ചെടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഓർത്തുകൊണ്ട് സൂം ചെയ്തെടുത്തതാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, കുറച്ച് വെള്ള ഇലയൊക്കെ ആയിട്ട്. പിന്നെ കുറേ സ്റ്റാളുകളാണ് ഉണ്ടായത്. സ്റ്റാളുകൾ പലതും ഞാൻ എടുത്തിട്ടില്ല, കുറച്ചേ എടുത്തിട്ടുള്ളൂ. അത് നമ്മളെല്ലാ ഫ്ലവർ ഷോയ്ക്കും കാണുന്ന പോലെ. പിന്നെ ഈ മുട്ടായി ഉണ്ടായിരുന്നേ. മുട്ടായി എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ കാലത്തൊക്കെ തിന്നുകൊണ്ടിരുന്ന പലതരം മുട്ടായിസ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് പുളിമുട്ടായിയാണ് വാങ്ങിക്കൊണ്ട് വന്നത്, വേറെ ഒന്നും വാങ്ങിയില്ല. കാരണം ഇവിടെ കൊട്ടിയൂരുത്സവം എല്ലാം വരുമ്പോൾ ഇത് ഇഷ്ടംപോലെ കിട്ടും. പിന്നീട് നോക്കുമ്പോൾ പലതരത്തിലുള്ള അച്ചാർ വിൽക്കാൻ വേണ്ടി വെച്ചേക്കും. ചേച്ചി അവിടെ സ്റ്റക്കായി. ഒരു മാങ്ങാച്ചാറും ഒരു കൊണ്ടാട്ടച്ചാറുമാണ് ഞങ്ങൾ വാങ്ങിയത്. കൊണ്ടാട്ടച്ചാർ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. എരിവെന്നെല്ലാം പറഞ്ഞാൽ എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രസമാണ് തിന്നാനായിട്ട്. ബാക്കിയുള്ളൊരു ഭാഗം എരിഞ്ഞ് ചാവും. പിന്നെ ഒരു കൊണ്ടാട്ടച്ചാറും ഒരു മാങ്ങാച്ചാറും എടുത്തു. ഫർണിച്ചർ ഷോപ്പ് ഉണ്ടായിരുന്നു. അതിലൊരു അടിപൊളി കസാര ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ മേശയിലൊക്കെ ഫ്രൂട്ട്സ് ഇടാനൊക്കെ പറ്റുന്ന പാത്രങ്ങളും ഉണ്ടായിരുന്നു. ഡെക്കറേഷനൊക്കെ വെക്കാൻ പറ്റി. പിന്നെ പിള്ളേരെ കൊണ്ട് വരുന്നവർക്ക് കളിക്കാനുള്ള പാർക്ക് ഏരിയ.